SFI രക്തസാക്ഷികളെ വിൽപ്പന നടത്തുന്നുവെന്ന് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ. ധീരജ് അഭിമന്യു വധക്കേസുകളിൽ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടു. ധീരജിന്റെ കൊലപാതകത്തിൽ KSUവിന് പങ്കില്ല. SFIയുടെ ഗുണ്ടാപ്രവർത്തനങ്ങളെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണെന്നും അലോഷ്യസ് സേവ്യർ കുറ്റപ്പെടുത്തി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് മനസ്സിലായി കഴിഞ്ഞ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം ചാനൽ ചർച്ചകളിൽ SFI ഉയർത്തുന്ന ഒരു വാദമുഖം, അവർ പ്രതിരോധത്തിലാകുന്ന ഘട്ടത്തിൽ അവർ വലിയ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് വലിയ വിദ്യാർത്ഥികളുടെ തല തല്ലി പൊളിച്ച് ഇരുട്ടുമുറികളിലേക്ക് അല്ലെങ്കിൽ മറ്റേ ഇടിമുറികളിലേക്ക് KSU സഹപ്രവർത്തകരെല്ലാം കൊണ്ടുപോയി അതിക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയതിനു ശേഷം ഇവർ നിരന്തരം നടത്തുന്ന വാദങ്ങൾ എന്താണ്? ഇവർ നിരന്തരമായിട്ട് പറയുന്നു KSU പ്രവർത്തകർ അവിടെ അതിക്രമിച്ചു കയറുന്നു. ഒരു KSU പ്രവർത്തകൻ 10-40 വരുന്ന SFIക്കാരുടെ ഇടയിലേക്ക് അതിക്രമിച്ച് കയറി, അവരുടെ ഗവേഷക ഹോസ്റ്റലിലേക്ക് അതിക്രമിച്ച് കയറി അവിടെ ആക്രമണം അഴിച്ചുവിട്ടു എന്ന തരത്തിലേക്ക് പറയുന്നു. ഒരു തരത്തിലുള്ള അവരുടെ ഒരു ന്യായീകരണം. രണ്ടാമതായി ചാനൽ ചർച്ചകളിൽ നിരന്തരമായിട്ട് വന്ന് പറയുന്നതാണ് ധീരജിന്റെ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇവിടെ KSU അവിടെ നിലപാടെടുത്തില്ല എന്ന് പറയും. ഞാൻ ചോദിക്കട്ടെ, ആ വിഷയം ഉണ്ടായിട്ട് എത്ര നാളായി?